തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ണൂർ പയ്യന്നൂരിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ADM വിളിച്ച സർവകക്ഷി യോഗം ആരംഭിച്ചു. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബിജീഷ് തുടരുന്നുണ്ട്. ബിജീഷ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അവിടെ പരക്കെ അക്രമം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു സമാധാനം കണ്ടെത്തുക എന്നത് തന്നെയാകും സ്വാഭാവികമായും സർവകക്ഷി യോഗത്തിന്റെ ഉദ്ദേശം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പങ്കെടുക്കുന്നുണ്ടോ? മഹേഷ് സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പയ്യന്നൂരിന്റെ പല മേഖലകളിലും വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന ആളുകളുടെ സ്വത്തുവകകൾക്ക് നേരെ വലിയ തരത്തിലുള്ള അക്രമമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള ടി പുരുഷോത്തമൻ, അദ്ദേഹം വി കുഞ്ഞികൃഷ്ണന്റെ നിലപാടുകളെ അനുകൂലിക്കുന്ന ആളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് വീടിന് നേരെ ആക്രമണം നടന്നു. വീട് ജനൽ ചില്ലുകളും അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് നിർത്തിയിട്ട കാറും കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഒപ്പം തന്നെ ഇന്നലെ രാത്രി പേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വി കുഞ്ഞികൃഷ്ണന്റെ അനുയായിയായിട്ടുള്ള MK നാരായണൻ എന്ന് പറയുന്ന ആളുടെ കാറിന് കത്തിക്കാനുള്ള ശ്രമം നടന്നു. ഒപ്പം വി കുഞ്ഞികൃഷ്ണന്റെ ഒരു സ്ഥലം, കൃഷിസ്ഥലം, അതിന്റെ മഴമറ ഉൾപ്പെടെയുള്ളവ കത്തി നശിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന മതിൽക്കെട്ട് ഇടിച്ചു തകർക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ വലിയ തോതിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ പല മേഖലകളിലും കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി നിന്നവരുടെ സ്വത്തുവകൾക്ക് നേരെ ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ADM ഇടപെട്ടുകൊണ്ട് ഇതിനകത്തൊരു സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമെടുത്തത്. ആ യോഗമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പയ്യന്നൂർ താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിനകത്ത് വി കുഞ്ഞികൃഷ്ണനുണ്ട്. ഒപ്പം CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ, കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾ, മുസ്ലിം ലീഗിന്റെയും പ്രതിനിധിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും അക്രമ സംഭവങ്ങൾ ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കാൻ പറ്റില്ല. പയ്യന്നൂരിൽ ഒരു ജീവിതം ഉറപ്പുവരുത്തുന്നുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർവകക്ഷിയുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സമാധാന പ്രക്രിയയിൽ സർവ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ തേടുകയാണ് ADM ഇപ്പോൾ ചെയ്യുന്നത്. മഹേഷ്.